വെൽക്കം, തഹമനാണ്. ലാക്സേറ്റീവ്സ് വീഡിയോ സീരീസിലെ രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ ബൾക്ക് ലാക്സേറ്റീവ്സിനെ പറ്റിയാണ് പറയുന്നത്. ഈ വിഭാഗം ലാക്സേറ്റീവ്സിനെ പറ്റി പറഞ്ഞാൽ മരുന്നായിട്ട് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധത്തിനെതിരെ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും സില്ലിയം പ്രിപ്പറേഷൻസ് ആണ്. സില്ലിയം കൊണ്ടുണ്ടാക്കിയ സംഭവങ്ങളാണ്. ആൻഡ് ഇതിന് ഇസാബ്ഗുള എന്നും പേരുണ്ട്. അല്ലെങ്കിൽ ഇന്ത്യയിൽ ഈ ഫേമസ് പേര് ഇസാബ്ഗോൾ എന്നാണ് ഇന്ത്യയിൽ പ്രധാനമായിട്ട് അറിയപ്പെടുന്നത്. ദെൻ ഈ ചെടി, ഇതിന് കിട്ടുന്ന ചെടിയുടെ പേര് പ്ലാന്റാഗോസോ, എല്ലാം സെയിം ആണ്. ഇങ്ങനെയൊക്കെ പറയുന്ന മരുന്നാണ് ഈ സില്ലിയം പ്രിപ്പറേഷൻസ്. ഇനി മറ്റൊരു മരുന്ന് മീഥൈൽ സെല്ലുലോസ് ആണ്. മീഥൈൽ സെല്ലുലോസ് എന്ന് പറയുന്ന സംഭവം നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഉള്ളത് കാൽഷ്യം പോളികാർബോഫിൽസ് നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പോളികാർബോഫിൽ കാൽഷ്യം എന്നും പറയും. സോ ഇതെല്ലാമാണ് മരുന്നായിട്ട് ഉപയോഗിക്കുന്ന ബൾക്ക് ലാക്സേറ്റീവ്സ്. പിന്നെ നമുക്കുള്ളത് ബ്രാൻ ആൻഡ് അതർ ഹസ്ക്സ്. ഇതും ഹസ്ക് ആണ്, എങ്കിലും അതർ ഹസ്ക്. സോ ഇത് നമ്മൾ ഫ്ലോർ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് വരുന്ന റെസിഡ്യൽ പ്രോഡക്ട്സ് ആണ് നമ്മൾ ഉപയോഗിക്കുക. സോ ബ്രാനും ഹസ്കും പോലുള്ള നമ്മുടെ ഭക്ഷണത്തിലെ ഡയറ്ററി ഫൈബേഴ്സ് ആണല്ലേ, ഡയറ്ററി ഫൈബേഴ്സ് ആണ് ഈ സംഭവങ്ങൾ. സെല്ലുലോസ്, ലിഗ്നിൻസ്, ഗം, പെക്റ്റിൻ, പോളിസാക്കറൈഡ്സ്, ഗ്ലൈക്കോപ്രോട്ടീൻ. സോ ഇങ്ങനെയൊക്കെയുള്ള ഡയറ്ററി ഫൈബേഴ്സ് ആണ് സംഭവം. ആൻഡ് ഓൾ ദീസ് ആർ സോല്യൂബിൾ ഫൈബേഴ്സ് ആണ്. അപ്പോൾ നമ്മുടെ ഈ മരുന്നും സില്ലിയം ഈസ് ഓൾസോ സോല്യൂബിൾ ഫൈബർ ആണ്. സോ ഇത്തരത്തിലുള്ള ഈ സംഭവങ്ങളെ സോല്യൂബിൾ ഫൈബേഴ്സിനെ നമുക്ക് മറ്റൊരു പേര് പറഞ്ഞു വിളിക്കാം. ആ പേരാണ് പ്രീബയോട്ടിക്സ് എന്നും നമുക്ക് ഇവയെ വിളിക്കാം. സില്ലിയം, ഇസ്ഫാഗുല, ഇസബ്ഗോൾ എല്ലാം ഈ പ്ലാന്റാഗോ സ്പീഷീസിലാണെന്ന് ഞാൻ പറഞ്ഞു. പ്ലാന്റാഗോ സ്പീഷീസിൽ നിന്ന് കിട്ടുന്ന ചെടികളുടെ സീഡിന്റെ ഹസ്കാണ്. ഹസ്കിൽ നിന്ന് കിട്ടുന്ന സംഭവങ്ങളാണ്. ഹസ്കാണ് നമ്മൾ പൊടിച്ചെടുക്കുക. ഇത് വളരെ ചെറിയ രീതിയിൽ പൊടിച്ചിട്ട് വളരെ കുഞ്ഞായിട്ട് പൊടിച്ചതുകൊണ്ട്, അല്ലാതെ കുറച്ച് ഇത്രയും കൂടി വലിയ സൈസിലുള്ളതും ലഭ്യമാണ്. ആൻഡ് ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവ വെള്ളവുമായിട്ട് കോണ്ടാക്ട് ആകുമ്പോൾ വെള്ളം അഡ്സോർബ് ചെയ്യും. അഡ്സോർബ് എന്നാണ് ഞാൻ പറഞ്ഞത്, അബ്സോർബ് അല്ല. അഡ്സോർബ് ചെയ്തിട്ട് ദിസ് വിൽ ബിക്കം എ കൊളാജിനസ് മ്യൂസിലേജ് ആയിട്ട് മാറും. ആൻഡ് വഴുവഴുപ്പുള്ള മ്യൂസിലേജിനസ് സബ്സ്റ്റൻസ് ആകും എന്നതാണ്. സോ നമ്മൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇത് വീണ്ടും നമ്മുടെ കുടലിൽ ചെന്ന് കഴിഞ്ഞാൽ, നമ്മൾ പറയാം കുടലിനെ പറ്റിയാണ്. സോ ദിസ് ഈസ് വൻകുടലാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, വൻകുടലെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വീണ്ടും നമ്മുടെ ഇതിവിടെ കിടക്കാണെന്ന് വിചാരിക്കുക, ഇത് വീണ്ടും വെള്ളം അബ്സോർബ് ചെയ്യും. ആൻഡ് വെള്ളം അബ്സോർബ് ചെയ്ത് ആഗിരണം ചെയ്ത് ഇത് വീർക്കും. സോ ഇറ്റ് ഇൻക്രീസസ് ദ ബൾക്ക്. ഇതിന്റെ ബൾക്ക് അങ്ങ് കൂടും. ഇത് വലുതാകുമ്പോഴത്തേക്കും ബൾക്ക് കൂടും. ആൻഡ് വയറ്റിൽ തന്നെ കിടന്ന് വീർത്ത് കൊളോണിന്റെ വാളിൽ ഇത് സ്ട്രെച്ചിങ് ഉണ്ടാകുക. ഇത് ഇവിടെ കിടന്ന് കൊളോണിന്റെ വാൾ വിൽ ബിക്കം സ്ട്രെച്ച്ഡ് ഔട്ട്. സോ ദിസ് ക്യാൻ ഇൻക്രീസ് ദ സ്പോണ്ടേനിയസ് മസിൽ കൺട്രാക്ഷൻ. സോ വാൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള മസിൽ കൺട്രാക്ഷൻസ് ഉണ്ടാകും. ആൻഡ് ദിസ് സ്പോണ്ടേനിയസ് കൺട്രാക്ഷൻ ഓഫ് ദ കൊളോൺ ആൻഡ് ലീഡ്സ് ടു ഇവാക്വേഷൻ. സോ അപ്പോൾ ഇത് താഴത്തേക്ക് പോവുകയും ഇവാക്വേഷൻ നടക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വലുതാവുന്നത് കൊണ്ടാണ് നമ്മൾ ബൾക്ക് ലാക്സേറ്റീവ്സ് എന്ന് വിളിക്കുന്നത്. ആൻഡ് വയറ്റിൽ നിന്ന് ഒട്ടും ആഗിരണം ചെയ്യുന്നില്ല. ഇതിവിടെ കൂടി ഒട്ടും അബ്സോർഷൻ എന്ന് പറഞ്ഞ സംഭവമില്ല. സോ അപ്പോൾ ഇതിങ്ങനെ കിടക്കുന്നതുകൊണ്ട് നമ്മുടെ കൊളോണിക് ബാക്ടീരിയൽ ഫ്ലോറ അല്ലെങ്കിൽ നമ്മുടെ കൊളോണിക് മൈക്രോബിയോം അത് ഇവയിൽ കയറി ആക്ട് ചെയ്തിട്ട് ദിസ് ക്യാൻ ഫെർമെന്റ്. സോ ഫെർമെന്റേഷനും നടക്കുന്നുണ്ട്. നമ്മൾ ഈ മരുന്നുകളെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ലാക്സേറ്റീവ്സ് എന്ന ഹെഡിങ്ങിലാണെങ്കിലും പല സന്ദർഭത്തിലും പല ഘട്ടത്തിലും ഇതൊരു ആന്റി ഡയറിയൽ അല്ലെങ്കിൽ വയറിളക്കത്തിനെതിരെ പ്രവർത്തിക്കുന്ന മരുന്നായിട്ട് നമുക്ക് പ്രയോജനപ്പെടാം. കാരണം എന്താ വെച്ചാൽ ഇത് കോളനിലുള്ള അമിത ജലാംശം അല്ല, വയറിളക്കത്തിന് സമയത്ത് ഇവിടെ ഒരുപാട് ജലം ഉണ്ടെങ്കിൽ അത് വലിച്ചെടുക്കുന്നത് മൂലം വയറിളക്കത്തിലും ആശ്വാസമുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും മലബന്ധത്തിനെതിരെയുള്ള ലാക്സേറ്റീവ് ആയിട്ട് തന്നെയാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. ആൻഡ് ഇതിന്റെ ആദ്യത്തെ ബ്രാൻഡിന്റെ പേര് മെറ്റാമുസിൽ എന്നാണ്. മെറ്റാമുസിൽ എന്ന് പറഞ്ഞ് USA-യിലാണ് ആദ്യമായിട്ട് ഇത് പുറത്തു വരുന്നത്. മരുന്നും ഫുഡ് സപ്ലിമെന്റ് ഒക്കെ ആയിട്ടാണ് പുറത്തിറങ്ങിയത്. ആൻഡ് ഇന്ത്യയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇസാബ്ഗോൾ എന്ന പേരിലാണ് കൂടുതൽ അറിയപ്പെടുന്നത്. ആൻഡ് ഈ മരുന്ന് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നതും ഇന്ത്യയിൽ നിന്നാണ്. നോർത്ത് ഇന്ത്യയിലാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇന്ത്യയാണ് ഇതിന്റെ പ്രധാന ഉൽപ്പാദകർ. ആൻഡ് മറ്റൊരു ഫേമസ് ബ്രാൻഡ് പേരാണ് ഫൈബോജെൽ എന്ന് പറയുന്നത്. ഫൈബോജെൽ എന്ന പേരിലും പുറത്തിറങ്ങുന്നത് ഇത് തന്നെ. സോ എന്തായാലും ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ലാക്സേറ്റീവ് ആയിട്ടാണ്. മൈൽഡ് ലാക്സേറ്റീവ് എന്ന തോതിലാണ്, എന്ന രീതിയിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക. ഈ മരുന്ന് പല രൂപത്തിൽ ലഭ്യമാണ്. പൊടിയായിട്ടാണ് കൂടുതൽ ലഭിക്കുക. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് അവൈലബിൾ ക്യാപ്സ്യൂളായിട്ട് നമുക്ക് ഇത് ലഭിക്കും. പൊടി തന്നെ വളരെ ചെറിയാക്കി പൊടിയുണ്ടെന്ന് പറഞ്ഞു. ഇത്തിരി കൂടി വലിയ പൊടിയുണ്ട്. സോ വലിയ പൊടിയും ചെറിയ പൊടിയും ഈ തൂക്കം വെച്ചിട്ട് നോക്കുമ്പോൾ സോ അത് ഇപ്പോൾ 5 ഗ്രാം രണ്ടും എടുത്തു കഴിഞ്ഞാൽ സെയിം അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ചെറിയ പൊടി ചിലപ്പോൾ കുറയ്ക്കേണ്ടി വരും. സോ അതുകൊണ്ട് ആ ലേബലിൽ എഴുതിയിരിക്കുന്നത് നോക്കിയിട്ട് വേണം കഴിക്കണം. ആൻഡ് ചെറിയ പൊടി, വളരെ ചെറുതാക്കി പൊടിയെ കൂടുതൽ ശക്തിയായിട്ട് പ്രവർത്തിക്കുന്നു. ആൻഡ് സാധാരണ എൻ്റെ ഡോസ് എന്ന് വെച്ചാൽ 3.5 ഗ്രാം to 11 ഗ്രാം ദിവസമാണ്. സാധാരണ 2 നേരമായിട്ടായിരിക്കും കഴിക്കുക. ഇതാണ് മുതിർന്നവരിൽ നമ്മൾ കഴിക്കുക. വളരെ ചെറിയ കുട്ടികളിൽ നമ്മൾ ഇത് ഉപയോഗിക്കാറില്ല. ആൻഡ് 6 വയസ്സിന് താഴെയൊക്കെ നമ്മൾ കഴിയുന്നതും ഒഴിവാക്കിയായിരിക്കും. ഈ മരുന്ന് കഴിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ പറഞ്ഞ അളവിൽ നിർദ്ദേശിച്ച അത്രയും അളവിൽ പൊടിയെടുക്കുക. ദെൻ അതിനകത്തേക്ക് ഒരു ഗ്ലാസ്സിനകത്തേക്ക് ഒരു 200 ml എങ്കിലും വെള്ളം അതിനകത്തേക്ക് കലക്കി ഉടനെ അങ്ങ് കഴിക്കും. ഒന്ന് ഇളക്കുക. അതിനുശേഷം
ശേഷം കഴിക്കുക. പിന്നീട് നമ്മൾ ഒരു 200 ml കൂടി വെള്ളം അങ്ങോട്ട് കുടിക്കുക. ഇതാണ് സാധാരണപ്പെട്ട രീതി. ആൻഡ് ഭക്ഷണത്തിന് ഇത് 2 മണിക്കൂർ ശേഷമോ അല്ലെങ്കിൽ മറ്റു മരുന്നുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം കഴിക്കാൻ. ചിലപ്പോൾ മറ്റു മരുന്നുകളുടെ ആഗിരണത്തിൽ ഇത് പ്രശ്നം ഉണ്ടാക്കും. ആൻഡ് രാത്രി കിടക്കുന്നതിന് തൊട്ട് മുമ്പൊന്നും കഴിക്കരുത്. ഏകദേശം മിനിമം ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും കഴിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ആൻഡ് മരുന്ന് നമുക്ക് വെള്ളത്തിലല്ലാതെ ജ്യൂസിലോ അല്ലെങ്കിൽ പാലിലോ ഒക്കെ ആയിട്ട് നമുക്ക് കഴിക്കാം. ഭക്ഷണത്തിലൊക്കെ വിതറിയും കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, കലർത്തിയൊക്കെ കഴിക്കാം. പക്ഷെ ഡ്രൈ ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈസോഫാഗസിലെത്തുമ്പോഴത്തേക്കും അത് വെള്ളമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് വീർക്കും. അപ്പോൾ തടസ്സം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. സോ പൊടിയായിട്ട് ഒരിക്കലും കഴിക്കരുത്. അത് വെള്ളത്തിൽ കലക്കി കഴിക്കരുത്, കഴിക്കാവൂ. ദെൻ ക്യാപ്സ്യൂൾ ലഭ്യമാണ്, വെള്ളത്തോടൊപ്പം കഴിച്ച് ഇറക്കാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ബേസിക്കലി ഇവയുടെ രുചി എന്ന് പറയുന്നത് കഴിക്കാൻ പ്രയാസമുള്ളതാണ്. സോ ചില കമ്പനികൾ ചില ഫ്ലേവേഴ്സും ചേർത്ത് ലഭ്യമാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മരുന്ന് വെള്ളത്തിലല്ലാതെ മറ്റെന്തെങ്കിലുമൊക്കെ ഇട്ട് കലക്കി കഴിക്കാം, ജ്യൂസിലൊക്കെ കലക്കാം എന്ന് ഞാൻ പറഞ്ഞത്. ഫൈബോജെൽ ഓറഞ്ച് അവർ പ്രത്യേക ഫ്ലേവറിലൊക്കെ വരുന്നതാണ്. ആൻഡ് പ്രത്യേക വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഒരുപാട് കമ്പനികൾ സൂപ്പർ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. സോ പരമാവധി എപ്പോഴും നല്ല കമ്പനികളുടെ നോക്കി കഴിക്കുക. കാരണം US ചില സ്റ്റഡീസിൽ ഇതിനകത്ത് ലെഡിന്റെ എമൗണ്ട് ധാരാളമായിട്ട് അനുവദിക്കുന്ന അളവിനേക്കാൾ കൂടുതലായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. സോ അപ്പോൾ ബെസ്റ്റ് കമ്പനികൾ നോക്കിയിട്ട് വേണം കഴിക്കാൻ. അപ്പം നമുക്ക് ഉപയോഗം പറയാം. സോ മിക്കവാറും എല്ലാത്തരം കോൺസ്റ്റിപ്പേഷനിലും നമുക്ക് ഉപയോഗിക്കാം. ദാറ്റ് മീൻസ് ഡ്രഗ് ഓഫ് ചോയ്സ് ഇൻ ഫങ്ഷണൽ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ നമുക്ക് അതിനെ ഇഡിയോപ്പതി കാര്യമൊന്നും അറിഞ്ഞുകൂടാത്ത കോൺസ്റ്റിപ്പേഷൻസിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ദെൻ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം IBS വിത്ത് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ ഈ മരുന്ന് നമുക്ക് ഉപയോഗിക്കാം. സോ ഇവരിൽ എന്താണെന്ന് വെച്ചാൽ സ്പാസ്റ്റിക് കോളോൺ ആണുള്ളത്. സോ ആ സമയത്ത് അതൊക്കെ ലഘൂകരിക്കാനായിട്ട് നമുക്കിത് പ്രയോജനപ്പെടും. ദെൻ ഇൻ കേസ് ഓഫ് ബെഡ് റിഡൻ പേഷ്യൻസ്, ആവശ്യമായിട്ട് ബെഡിൽ കിടക്കുന്ന രോഗികളിൽ കോൺസ്റ്റിപ്പേഷനും കൊടുക്കാം, കോൺസ്റ്റിപ്പേഷൻ തടയാനും മറ്റും ഇവ തന്നെയാണ് ഡ്രഗ് ഓഫ് ചോയ്സ് ആയിട്ട് ഉപയോഗിക്കും. ദെൻ മുതിർന്നവരിലെ കോൺസ്റ്റിപ്പേഷനിലും ഇത് നന്നായിട്ട് ഉപയോഗിക്കാം നമുക്ക്. ഇനി വയറിൽ മലം പാസ് ചെയ്യുമ്പോൾ സ്ട്രെയിൻ വേണ്ടി വരുന്ന ആൾക്കാരിൽ അല്ലെങ്കിൽ സ്ട്രെയിൻ പാടില്ലാത്തവർ, ഒട്ടും സ്ട്രെയിൻ പാടില്ലാത്ത ഒരു പാരക്കേക്കാണ്. സർജറി കഴിഞ്ഞ അബ്ഡോമിനൽ സർജറി കഴിഞ്ഞ ആൾക്കാർ ഒട്ടും സ്ട്രെയിനിങ് പാടില്ല. സിസേറിയൻ സെക്ഷൻ കഴിഞ്ഞ ആൾക്കാർ ഒട്ടും പാടില്ല. ഹെർണിയ ഉള്ള ആൾക്കാർ, പൈൽസ്, ഫിസ്റ്റുല, ഫിഷേഴ്സ് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരിലൊക്കെ സ്ട്രെയിൻ ഒട്ടും കൊടുക്കാൻ പാടില്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഈ മരുന്നിന് വയറിളക്കവുമായിട്ട് ബന്ധപ്പെട്ട അല്ലാതെ മറ്റ് ചില ഗുണങ്ങൾ കൂടിയുണ്ട്. ഈ മരുന്ന് കൊഴുപ്പിന്റെ ആഗിരണം കുറച്ചു. അതുകൊണ്ട് കൊളസ്ട്രോൾ ഉയർന്ന ആൾക്കാരിൽ കൊളസ്ട്രോൾ കുറയ്ക്കാൻ നമുക്ക് പ്രയോജനമുണ്ട്. പക്ഷേ മരുന്ന് തുടർച്ചയായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കൊളസ്ട്രോളിനൊക്കെ മരുന്ന് തുടർച്ചയായിട്ട് കഴിക്കുന്നത് പോലെ ഇതെല്ലാ ദിവസവും കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൊളസ്ട്രോൾ കുറയ്ക്കും എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതൊരു കൊളസ്ട്രോളിനൊരു മരുന്നായിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ഹെൽത്ത് സപ്ലിമെന്റ് ഇടയ്ക്കൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു ഹെൽത്ത് സപ്ലിമെന്റ് എന്ന തോതിൽ നമുക്ക് ഉപയോഗിക്കാം. അതാണ് അതിന്റെ ഒരു പ്രയോജനം. രണ്ടാമത്തത് ടൈപ്പ് 2 ഡയബറ്റീസിലാണ്. ടൈപ്പ് 2 ഡയബറ്റീസിൽ കുറച്ച് എന്തൊക്കെയായാലും പഞ്ചസാര നില, ഒരു ബ്ലഡ് ഗ്ലൂക്കോസ് നില കുറയ്ക്കും എന്നുള്ള ക്ലെയിം ഉണ്ട്. പക്ഷേ വലിയ പ്രയോജനമൊന്നും ഇല്ല എന്നുള്ളതാണ് പഠനങ്ങൾ പറയാം. ഒരു മോഡസ്റ്റ് ആയിട്ടുള്ള ഡിക്രീസ് ചെയ്യുന്നുണ്ട്. മരുന്നായിട്ടൊന്നും കരുതാനായിട്ട് പറ്റില്ല. ദെൻ ഇതുപോലെ തന്നെയാണ് BP, ബ്ലഡ് പ്രഷറിനകത്തും ഒരു ഏകദേശം 1 to 2 millimeter ഓഫ് മെർക്കുറി ഒക്കെ കുറച്ചേക്കാം. പക്ഷെ ഒരു മരുന്നായിട്ട് കൺസിഡർ ചെയ്യാൻ മാത്രം ഉള്ള പ്രവർത്തനങ്ങൾ ഒന്നുമില്ല. ഇന്ന് വൈഡായിട്ട് ഇത് ദുരുപയോഗം ചെയ്യുന്നത് ശരീരഭാരം കുറയ്ക്കുക, അല്ലെ, ഇത് കഴിച്ച് വണ്ണം കുറയ്ക്കാന്നുള്ളതാണ്. സോ ഈ ക്ലെയിം ശാസ്ത്രീയമായിട്ട് ഒരു എവിഡൻസും ഇല്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ലോ എവിഡൻസ് ക്വാളിറ്റി ആണ് അത് പറയുന്നത്. ദെൻ പിന്നൊരു ഉപയോഗം ഫുഡ് തിക്നറായിട്ട് ചില കാര്യങ്ങൾ, ഐസ്ക്രീം അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ, ഐസ്ക്രീം തന്നെ ആയിരിക്കണമെന്നില്ല, ഫുഡ് തിക്നറായിട്ട് ജെൽ പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ആരിലെല്ലാം ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിന് മുമ്പ് ഇതിന് അലർജി സാധ്യതയുണ്ട് എന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. തുടർച്ചയായിട്ട് ഈ മരുന്നുകൾ എക്സ്പോഷർ ഉണ്ടാവുക, അലർജി ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ പൊടി മൂക്കിലൂടെയൊക്കെ കയറിയ മരുന്ന് കടക്കാതെ ശ്രദ്ധിക്കുക. ദെൻ വയറ്റിൽ നിന്ന് ആഗിരണം ചെയ്യുന്നില്ല എന്ന ഗുണമുണ്ട്. പക്ഷെ എന്നാലും ഇത് അലർജി സാധ്യതകൾ ഉണ്ടാക്കാം. അപ്പൊ ഈ മരുന്ന് ആർക്കൊക്കെ കൊടുക്കാൻ പാടില്ല? ബൾക്ക് ലാക്സേറ്റ് കൊടുക്കാൻ പാടില്ലാത്ത ആൾക്കാർ, ഇപ്പോൾ ഉദാഹരണത്തിന് GIT എവിടെയെങ്കിലും അൾസർ ഉണ്ടെങ്കിൽ പെർഫറേഷനുള്ള സാധ്യത വർദ്ധിപ്പിക്കും, അല്ലെ, ഇത് എക്സ്റ്റെൻഡ് ചെയ്യിക്കും. അപ്പോൾ പെർഫറേഷനുള്ള സാധ്യത ഉണ്ടാക്കും. സോ ഒഴിവാക്കണം. സോ അൾസർ എന്നാണ് ഒരു കേസ്. ദെൻ GIT അഡ്ഹഷൻ ഉള്ള ആൾക്കാർ, ഉദാഹരണത്തിന് സ്ട്രിക്ചേഴ്സ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കണം. ദെൻ മെഗാകൊളോൺ ഉള്ള ആൾക്കാരിൽ ഓൾറെഡി കോളോൺ സ്ട്രെച്ച്ഡ് ആണ്. ഇതും കൂടി കൂടുതൽ സ്ട്രെച്ച്ഡ് ആവാനുള്ള സാധ്യത ഉണ്ട്. ഇനി GI ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പാടില്ല. കാരണം പ്രീബയോട്ടിക്സ് ആണ്. സോ GIയിലെ അണുക്കൾ കൂടുതൽ വളരാനായിട്ട് ഇടയാകുകയായിരിക്കും ചെയ്യുക. നമുക്ക് ഇവിടെ സൈഡ് എഫക്ട്സ് ആണ് പറയേണ്ടത്. സോ അതിനുമുമ്പ് ഇത് മരുന്ന് പതിയെ പ്രവർത്തിക്കത്തുള്ളൂ എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കുക. ഒരു 3 to 4 ദിവസമെങ്കിലും പിടിക്കും മരുന്ന് കഴിച്ച് ഇതിന്റെ ആക്ഷൻ കിട്ടാൻ. സോ അപ്പോൾ കഴിച്ച് ഇപ്പം തന്നെ അങ്ങോട്ട് വയറിളക്കാം എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ മാറും, അങ്ങനെയുള്ള മരുന്നല്ല ഇത്. ഇനി സൈഡ് എഫക്ട്സ് പറയുകയാണെങ്കിൽ പ്രീബയോട്ടിക് ആയിട്ട് പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. സോ വയറ്റിലെ ബാക്ടീരിയകൾ അപ്പം എന്ത് ചെയ്യും? ബാക്ടീരിയകൾ ഇവയെ ഫെർമെന്റ് ചെയ്യുമ്പോൾ വയറ്റിൽ ഗ്യാസ് ഉണ്ടാകും. സോ ഫ്ലാറ്റുലൻസ് ഉണ്ടാക്കാം. ഫ്ലാറ്റുലൻസ് ആൻഡ് ബ്ലോട്ടിംഗ്, വയറ് വീർക്കൽ, സ്തംഭനം, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഈ മരുന്ന് ഉണ്ടാക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സൈഡ് എഫക്ട്സ്. അപ്പോൾ നമുക്കത് കുറയ്ക്കാനായിട്ട് ചെറിയ ഡോസിൽ കഴിക്കുക. ചെറിയ ഡോസിൽ കഴിച്ച് പതിയെ തിരിച്ച് ഉയർത്തി അങ്ങ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അത്തരം പ്രശ്നങ്ങളൊക്കെ
മിക്കവാറും ഒഴിവാകും. ദെൻ ശരീരത്തിന് വേണ്ട പല വൈറ്റമിൻസ്, മിനറൽസ് ഇവയൊക്കെ പുറന്തള്ളാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അല്ലെ, മാലബ്സോർഷൻ ഒക്കെ ഉണ്ടാക്കാം. സോ അപ്പോൾ അതിന്റെയൊക്കെ എമൗണ്ട് കൃത്യമായിട്ട് നമ്മൾ ഇച്ചിരി കുറച്ച് കൂടുതൽ കരുതേണ്ടി വരും. ഇനി ശരീരത്തിലെ ജലാംശം കുറയാം അല്ലേ, അപ്പോൾ നമ്മൾ സാധാരണ കുടിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി കൂടുതൽ ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. സോ നിർജ്ജലീകരണം ഉണ്ടാകാതെ നോക്കണം. നമുക്ക് ബാക്കി രണ്ടെണ്ണത്തിനെ പറ്റി കൂടി പറഞ്ഞിട്ട് അങ്ങ് നിർത്താം. ഒന്ന് പോളികാർബോഫിൽ കാൽഷ്യം അല്ലെങ്കിൽ കാൽഷ്യം പോളികാർബോഫിൽ ആണ്. സോ ഇതേപോലെ തന്നെ വെള്ളം അഡ്സോർബ് ചെയ്യുന്ന, വീർക്കുന്ന ഒരു ബൾക്ക് ലാക്സേറ്റീവ് ആണ് ഇത്. ആൻഡ് ഇതുണ്ടാക്കുന്നത് അക്രിലിക് ആസിഡും അതിനൊപ്പം തന്നെ ഡൈവിനൈൽ ഗ്ലൈക്കോൾ എന്ന് പറയുന്ന സംഭവം, അതിന് കൂടെ കുറച്ച് കാൽഷ്യം കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സംഭവം കിട്ടും. ആൻഡ് മറ്റേതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കണം, കാരണം വെള്ളം ഇത് ഒരുപാട് വലിച്ചെടുക്കുന്ന സാധനമാണ് എന്ന് ഓർക്കുക. രണ്ടാമത്തെ മരുന്ന് നമുക്ക് പറയേണ്ടത് മീഥൈൽ സെല്ലുലോസ് ആണ്. മീഥൈൽ സെല്ലുലോസ് എന്ന് പറയുന്നത് ഇതേപോലെയുള്ള സമാന മരുന്ന് തന്നെയാണ്. ഇതിന്റെ ഒരു പ്രത്യേകത നോൺ അലർജനിക് ആണ്. ഇത് അലർജി ഉണ്ടാക്കാത്ത ഒരു സെല്ലുലോസ് ഡെറിവേറ്റീവ് ആണെന്നുള്ളതാണ്. കോൺസ്റ്റിപ്പേഷന് നമ്മൾ ബൾക്ക് ലാക്സേറ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതല്ലാതെ നമ്മൾക്ക് ഉപയോഗിക്കാവുന്നത് ഉദാഹരണത്തിന് ആർട്ടിഫിഷ്യൽ ടീയേഴ്സ്, കണ്ണുനീർ ഒക്കെ ആയിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. ദെൻ സലൈവ, ആർട്ടിഫിഷ്യൽ സലൈവ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ഫുഡ് അഡിറ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, തിക്കനർ, എമൾസിഫയർ. സോ ഇങ്ങനെയൊക്കെയുള്ള പല റോളുകളിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെയാണ് അതിന്റെ പ്രധാനം. മറ്റ് ഇൻഡസ്ട്രിയിലൊക്കെ ഉപയോഗമുള്ള മരുന്ന്. ആൻഡ് ഇതിന്റെ ഒരു രസകരമായിട്ടുള്ള ഒരു പ്രത്യേകതയോട് പറഞ്ഞ് നമുക്ക് നിർത്തിയേക്കാം. ഇത് ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കട്ടിപിടിക്കും. ആൻഡ് ഇത് തണുപ്പിച്ച് കഴിഞ്ഞാൽ അത് മെൽറ്റ് ആകും. അങ്ങനെയുള്ള ഒരു സാധനമാണ് ഈ മീഥൈൽ സെല്ലുലോസ് എന്ന് പറയുന്നത്. സോ ബൾക്ക് ലാക്സേറ്റീവ്സിനെ പറ്റി നമുക്ക് ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന് നമ്മുടെ ഇസാബ്ഗുള തന്നെയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ഗ്രൂപ്പ് ഓഫ് ലാക്സേറ്റീവ്സിനെ പറ്റി പറയാം. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.